ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ് എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ വൺ ഓഫ് മൈ ഡ്രീം ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഡ്രീം എന്ന് പറയുന്ന ഒരു കാറാണ്. ഒരു കാർ മേടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അപ്പോൾ ആ ഒരു കാറ് മേഘയുടെ ബർത്ത്ഡേക്ക് തന്നെ കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രം ഫുള്ള് പോയി നോക്കി ഷോറൂമിൽ. പക്ഷേ അന്ന് കാറ് കിട്ടാൻ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അവസാനം കോഴിക്കോടുള്ള ഷോറൂമിൽ വിളിച്ചപ്പോൾ ഒറ്റ പീസ് ആ ഒരു കളറിൽ ഒറ്റ പീസ് സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ അത് ബുക്ക് ചെയ്ത് നാളെയാണ് മേഘയുടെ ബർത്ത്ഡേ. അപ്പൊ അവിടെ വെച്ചിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാനാണ് എന്റെ പ്ലാന്. ഓൾറെഡി അവർക്കറിയാം ഞാൻ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയാം. പക്ഷെ അത് ഏത് കാറാണ് എന്ത് കളറാണെന്നുള്ളത് ഇവക്കും അറിയത്തില്ല, എന്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ കോഴിക്കോട് പോയാണ് വണ്ടി എടുക്കുന്നത്. ഇവിടുന്ന് അച്ഛൻ, അമ്മ, അനിയൻ, മേഘ എല്ലാവരും കൂടി ഒരു കാറിൽ വരും. അപ്പൊ ഞാനും ആകാശും ജസ്റ്റിനും എല്ലാവരും കൂടി ട്രെയിനിലാണ് പോകുന്നത്. ഓൾറെഡി എന്റെ വീട്ടിലൊരു പഴയ ഒരു 7 വർഷമായ ഒരു കാർ കിഡ് ക്ലൈംബർ എന്ന് പറഞ്ഞ റിനോൾട്ടിൻ്റെത്. ആദ്യം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല, 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ട്രിവാൻഡ്രത്തുള്ള ആ ഷോറൂമിൽ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ അപ്പൊ കോഴിക്കോട് നിന്ന് ബുക്ക് ചെയ്ത സമയത്ത് അവിടെ വന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ റേറ്റ് കുറയുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് സെല് ചെയ്തത്. 2-3 ദിവസം കഴിഞ്ഞല്ലേ ഇത് സാറിന് സെയിൽ ആവുന്നത്. കാർ സെല് ചെയ്യുന്ന ഷോറൂമിൽ കൊണ്ടു കൊടുത്തത് അവർക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ അപ്പോഴേ തന്നെ വണ്ടി മേടിച്ചായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് തന്നെ വണ്ടി സെയിലായി പോയി. അപ്പൊ ആ വണ്ടിയിൽ അവസാനത്തെ ലാസ്റ്റ് ഡ്രൈവ് ചെയ്താണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കൂടി പോയി കണ്ടിട്ട് ഗൈസ്. അപ്പോ എന്റെ ഈ കിഡ് ക്ലൈംബർ എന്ന വണ്ടിയിലെ അവസാനത്തെ ഡ്രൈവാണ്. 7 വർഷത്തോളം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതുവരെ എന്നെ ഈ വണ്ടി ചതിച്ചിട്ടില്ല. ഒരിടത്തും കൊണ്ട് എവിടെയും ലോങ് പോയാലും ഒന്നും ഒരു കാര്യത്തിലും എന്നെ വണ്ടി ചതിച്ചിട്ടില്ല അത്രയ്ക്ക്. പക്ഷേ ഇത്ര നാളൊരു വിഷമമില്ലായിരുന്നു. കൊടുക്കണമെന്നുണ്ടപ്പോ ഒരു വിഷമം. പക്ഷെ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരു ചെറിയ വിഷമമുണ്ട്. എന്റെ വണ്ടി പോയി ഗൈസ്. എന്റെ ഫാമിലിയില് എന്റെ ഫസ്റ്റ് വണ്ടി ഇതിലാണ്. ഞാൻ കാറക്കോട്ടേക്ക് തെളിഞ്ഞത് പോവാണ്. 7 വർഷം കൂടെ ഉണ്ടായിരുന്നു. ഒരു വിഷമമുണ്ട്. പക്ഷെ ഒരു കാറ് അടുത്തൊരെണ്ണം എടുക്കണമെന്നുള്ള എന്റെ ഒരു ഡ്രീം ആയതുകൊണ്ട് കൊടുക്കണം. കാരണം വീട്ടിലിടാൻ സ്പേസ് ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടും കൂടിയൊക്കെയാണ് പിന്നെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ബെറ്റർ നല്ലൊരു കാർ എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് എന്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് എനിക്ക് മേടിക്കാനായിട്ട് പറ്റി. ഒരുപാട് സന്തോഷിക്കും. അപ്പൊ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സഹായിച്ചത് നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്റെ വലിയൊരു നന്ദിയുണ്ട്. അപ്പൊ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും ഞാൻ ഏത് കാറാണ് എടുക്കണം, എന്ത് കാറാണ് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയി റെഡി ആവട്ടെ. ഗൈസ്, മേഘ, സഞ്ജു എല്ലാരും കൂടി കാറിൽ പോവുകയാണ്. നമുക്ക് 8:50 ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ വരാം. നിങ്ങൾ ട്രാവൽ എൻജോയ് ചെയ്യുക കാറിൽ. ഓക്കെ, കോഴിക്കോട് എത്തിയിട്ട് കാണാം. ബൈ ബൈ. നമുക്ക് S7 ആണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ 6:30 ആയപ്പം കോഴിക്കോട് എത്തി. 6:05 വരേണ്ടതാണ്, പക്ഷെ ഒരു അരമണിക്കൂർ ലേറ്റ് ആയി. അപ്പൊ മേഘയും അവർ ഫാമിലി എല്ലാം കൂടി റൂം എടുത്തിട്ടുണ്ട്. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഷോറൂമിലോട്ട് പോകും. സോ ഗൈസ്, ഇവിടെ ഷോറൂമിൽ എത്തിയപ്പോ തന്നെ ഇവർക്ക് മനസ്സിലായി കേട വണ്ടിയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്ത് തോന്നുന്നു മേഘ? എനിക്ക് വേണ്ടിട്ടല്ലേ, അപ്പം ഞാനാണല്ലോ ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇവർക്ക് വണ്ടി ഓടിക്കാറുണ്ട്. ഇവിടെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുക്കുന്നതേ ഉള്ളൂ സർപ്രൈസ് ആയിട്ട്. ഇരിക്കാൻ പറ്റും ഡ്രൈവർ. വണ്ടി എന്റെയാണ്. ഓക്കെ, ബ്ലാക്ക് കളറാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. എന്റെ അച്ഛന്റെ അമ്മയുടെ തന്നെ ചോദിക്കുക എന്താണ് അവരുടെ ഒരു അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? കാരണം പല സ്കൂളുകളിലും കോളേജുകളിലും എന്നെ തലതെറിച്ച ചെറുക്കൻ നീ നന്നാവൂല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മകൻ ഇന്ന് ഇത്രയും വിലപിടിപ്പുള്ള ഒരു കാർ എടുക്കുന്നു സ്വന്തം പൈസയിൽ. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ 6 ലക്ഷം രൂപയുടെ കാറാണ് എടുത്തത്. ഇപ്പൊ എന്റെ മകൻ അതിന്റെ ഡബിൾ ഇരട്ടിയുള്ള കാർ എടുത്തതിൽ വളരെ സന്തോഷം. കാർ ഇത് നേരത്തെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല. അമ്മയ്ക്ക് അറിയത്തില്ല ഏത് കാറ് കീയാണെന്ന് അറിയാം, പക്ഷെ ഏത് മോഡലാണ്, എന്ത് കളറാണ്, എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മയ്ക്ക് സർപ്രൈസ് ആണ്. എന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ എന്റെ PTA മീറ്റിംഗിൽ കൂടുതൽ വന്നിട്ട് മോൻ തലത്തെറിച്ച ചെറുക്കനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ ഇപ്പൊ എന്ത് തോന്നുന്നു? നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വൈഫ് പറഞ്ഞ പോലെ 6 ലക്ഷത്തിന്റെ ഒരു കാർ എടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ കാലഘട്ടത്തിൽ മാറ്റം വന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു കാർ വാങ്ങിക്കുവാൻ സഹായിച്ചതിൽ നമ്മളെ ദൈവത്തോടൊപ്പം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഇനിയും കൂടുതലുള്ള മേഖലയുള്ള കാറുകൾ വാങ്ങിക്കുവാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തിരി മറ്റേ പ്രസംഗത്തിന്റെ ആളാണ്, അതാണ് അച്ഛൻ ഈ അച്ഛൻ പ്രസംഗിച്ചോണ്ടിരിക്കുക. അത് അച്ഛൻ അങ്ങനെ അതാണ് ആ ടോണാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കാർ ഡെലിവറി ഇപ്പൊ ചെയ്യും. പക്ഷെ നമ്മളെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത് ഹരികൃഷ്ണൻ ബ്രോയാണ്. കാരണം പുള്ളിയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഇരുന്നിട്ട് ഇവിടെ നിന്ന് എല്ലാ കാര്യം പക്കയായിട്ട് ചെയ്തത് പുള്ളിയാണ്. നമ്മളെ പിക്ക്
ചെയ്യാനായിട്ട് വന്നത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ബ്രോയുടെ അടുത്ത്. ആ ബ്രോയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഡെലിവറി ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനോട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. സഞ്ജുവിന്റെ അടുത്ത് കൂടി ചോദിക്കാം, എന്ത് തോന്നടാ? സന്തോഷം മാത്രം, ഇനി ഇത് ഇരുന്ന് പോവാല്ലോ. ഓക്കെ, നമ്മളെ ഉണ്ടായിരുന്ന ഓൾറെഡി ഒരു കാർ നമ്മൾ സെല് ചെയ്തായിരുന്നു. കാരണം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനും കാര്യങ്ങളുള്ള വണ്ടി വേണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ പണ്ടോട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ നമ്മളെ സാമ്പത്തികം വെച്ചിട്ട് നമുക്ക് അന്ന് ആ ഒരു ചെറിയ കാർ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ അടുത്തൊരു കാർ വാങ്ങാൻ പറ്റി. അപ്പൊ അതിന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി കാർ ഡെലിവറിയിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, അപ്പൊ ഇന്ന് മേഘയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ മേഘയുടെ ബർത്ത്ഡേക്ക് തന്നെ എന്റെ പുതിയ കാർ ഇറക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ദിവസം ഇറക്കാൻ പറ്റും എന്നുള്ളത്. സോ കോഴിക്കോട് കിയ ഷോറൂമിന് എന്റെ വളരെ നന്ദി. കാരണം അവർ എനിക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് തന്നു. സോ മേഘ, ഹാപ്പി ബർത്ത്ഡേ. മേഘയുടെ 2ാമത്തെ ബർത്ത്ഡേക്ക് നമ്മള് പുതിയൊരു വണ്ടി ഇറക്കി. കാരണം ഫസ്റ്റിലെ ഏതറിന്റെ ഒരു വണ്ടി ഇറക്കി, ഇപ്പൊ 2ാമത്തെ ബർത്ത്ഡേക്ക് കാർ ഇറക്കി. ഇനി 3ാമത്തെ ബർത്ത്ഡേക്ക് ഇനി എന്തെങ്കിലും ഇറക്കണം, പുതിയ വീട് വയ്ക്കണം. അപ്പൊ എന്തായാലും മേഘ വന്ന് കയറിയതിനു ശേഷം ഭയങ്കര ഭാഗ്യമാണ് നമുക്ക്. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഗൈസ്, കുറെ സൈനും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർ പുതിയ വണ്ടി മേടിച്ചാലും കാർ മേടിച്ചാലും എന്നെ കൊണ്ടാണ് എല്ലാ സാധനങ്ങളും മേടിപ്പിക്കുന്നത്. അതായത് താക്കോലൊക്കെ കയ്യിലും മേടിച്ച് ഫസ്റ്റ് മേടിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ ഒരു സാധനം മേടിക്കുമ്പോൾ അതെന്റെ വീട്ടുകാരെ കൊണ്ട് മേടിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം അച്ഛനും അമ്മയും മേഘയും ആണ് എന്റെ ആഗ്രഹം. അപ്പൊ അവരെ കൊണ്ട് മേടിപ്പിക്കാം. അപ്പൊ വണ്ടി റിവീൽ ചെയ്യാൻ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, കാറിന്റെ റിവീലിംഗ് കഴിഞ്ഞ് അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കാം. കാരണം അമ്മ ഇപ്പോഴാണ് ഈ കാറാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ചോദിച്ചോ, എങ്ങനെയുണ്ട് അമ്മ കാർ? കാറ് കൊള്ളാം, നല്ല അത്ര എക്സ്പെക്ട് ചെയ്തിരുന്ന? ഇല്ല പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ. നീയാ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈഫിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി വരുന്നത്. എങ്ങനെയുണ്ട് കാർ? എനിക്ക് കൊള്ളാം, സെറ്റ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എക്സ്പെക്ട് ചെയ്ത് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. കാർ എടുക്കാൻ മോണിപ്പോ പറഞ്ഞല്ലോ ബ്ലാക്ക് കളർ ആണെന്ന് അറിയായിരുന്നു. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, അച്ഛനാ? വളരെ സന്തോഷമുണ്ട് ഇത്രയും വലിയ കാർ എടുത്ത് തന്നെ. അച്ഛനെ ഇത്രയും വലിയ കാറാണ് എടുക്കണെന്നുള്ളത്? ഇല്ല ഒന്ന് പോണതിനത്ര എന്റെ ഗൗരവം മനസ്സിലായത്. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോഴിക്കോട് DKH എന്നാണ് ഞാൻ ഗിയയുടെ വണ്ടി എടുത്തത്. കാരണം ലാസ്റ്റ് ഒരൊറ്റ വണ്ടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ വണ്ടി തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ഇവിടുന്ന് ഹരീഷ്ണൻ ബ്രോ ആണ് എന്നെ ഇത്രയും നാൾ കോൺടാക്ട് ചെയ്തത്. പുള്ളിയുടെ അടുത്ത് ഞാൻ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു, ബ്രോ ആ വണ്ടി എന്താ എന്നുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് എന്നെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്കയായിട്ട് എന്തോ ഒരു കുറവുമില്ലാതെ ആ ബ്രോ അങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ. കാരണം അങ്ങനെ ആരും എപ്പോഴും അങ്ങനെ സംസാരിച്ചൊന്നും വരില്ല. അപ്പൊ ബ്രോ എനിക്ക് എന്റെ അടുത്ത് കാണിച്ചത് വലിയൊരു ഇതാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കോഴിക്കോട് നിന്നാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഒരു പ്രാവശ്യം പോലും ഷോറൂമിൽ വന്നിട്ടില്ല. എല്ലാ ഫോൺ കോളാണ്. വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞത് തൊട്ട് ഞാൻ ബ്രോയെ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് എല്ലാം ട്രാൻസ്ഫർ ബ്രോ എനിക്ക് പക്കയായിട്ട് തന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, ഇനി എന്റെ അടുത്ത് കേട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും വലിയ കാറാണെന്നുള്ളത്? ഞാനേ അത്ഭുതപ്പെട്ടാണ് ഇരിക്കണം ഇത്രയും വലിയ കാറ് കണ്ടപ്പം. ആ കാറ് വെച്ച് നോക്കുമ്പോ ഇതിൽ ഇരിക്കാൻ സ്ഥലമുണ്ട്, നെരുങ്ങിയിരിക്കണ്ട. ഇനി അല്ല, ഞാൻ ആ കാറിനെ കുറ്റം പറയില്ല. കാരണം ഇതുവരെ എന്നെ വഴിയിലൊന്നും ആക്കിയിട്ടൊന്നുമില്ല. കാറ് നല്ലൊരു കാറാണ്. കാരണം അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു കുറച്ചുകൂടി നല്ലൊരു കാർ എടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടെത്തിച്ചത്. ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് നടക്കാം. വണ്ടി അനക്കാവുണ്ട്. ഫ്രണ്ടിലോട്ട് എടുക്കട്ടെ ഞാൻ. ഹേ ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30 ആയി. ഒരു 400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എനിക്ക് ഉറക്കമൊക്കെ വന്നപ്പം നിർത്തി വണ്ടി കിടന്ന് ഉറങ്ങിയൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിയത്. സേഫായിട്ട് എത്തി. ഫസ്റ്റ് ഡേ തന്നെ 400 കിലോമീറ്റർ വണ്ടി ഓട്ടിച്ചു. വണ്ടി കൊള്ളാം, അന്യായ സാധനമാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം വൺ ഓഫ് മൈ ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനിയും കുറെ സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ നേടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.